ഇതിൽ നമുക്ക് പരിചിതമല്ലാത്ത സമീപനങ്ങളും രീതികളും കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ നമ്മൾ വലിയ രീതിയിൽ സംസാരിക്കുന്നതാണ് ഫ്രീഡം ഓഫ് പ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം. മാധ്യമങ്ങൾ ഇപ്പം ഇന്ത്യയുടെ ഭരണഘടന ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് മാധ്യമങ്ങൾക്ക്. അത് വ്യക്തിക്കും മാധ്യമങ്ങൾക്കും ഒരേപോലെ തന്നെയാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ളത്. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ പ്രസ്താവനകളുള്ള കാർഡുകൾ മാത്രം നീക്കം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. മെറ്റ നീക്കം ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതൊക്കെ വിഷയങ്ങളിലാണ്? ഇപ്പോൾ ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 2, കടൽക്ഷോഭത്തെ തുടർന്ന് പ്രിയപ്പെട്ടവർ കടലിൽ പോയി കാണാതായവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമല്ല എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞ് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ ആ വിഷയം അത് വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ആ പെൺകുട്ടി വിമർശിച്ചിട്ടുള്ളത്. അതെ, അവരുടെ മനോവിഷമം ആ സാഹചര്യങ്ങളിൽ അകപ്പെടുമ്പോഴാണല്ലോ അവർക്ക് അതിലെ ഒരു തീവ്രത, അതിൽ അവർ ആ വിഷമത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഏത് സർക്കാരിനെതിരെയും ഞങ്ങൾ പറയും എന്നുള്ളത് അവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സർക്കാരിനെതിരെ അവർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഈ 2 വിഷയങ്ങളിലാണ് പ്രധാനപ്പെട്ടത്. അതിൽ മാധ്യമങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ മെറ്റ മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓൺലൈൻ മീഡിയയുടേത് മാറ്റിയിരിക്കുന്നു. ഇനി രാഷ്ട്രീയ വിശകലനം നടത്തുന്ന വ്യക്തികളുടെ പോലും മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള മാധ്യമ അടിയന്തരാവസ്ഥ എന്നാൽ ഈ തരത്തിലുള്ള വാർത്ത കൊടുക്കണ്ട എന്നുള്ളത്. അതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അതായത് മാധ്യമങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ കൊടുത്തോളൂ, പിന്തുണയ്ക്കാം എന്നുള്ളതല്ല പറയേണ്ടത്. കാരണം മെറ്റയോട് ഇത്തരത്തിൽ അപ്പോൾ ഒരു വശത്ത് മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ സംസ്ഥാന മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രി പറയുകയാണ് തോന്നിയാസം കാണിച്ചാൽ മെറ്റ ഇനി നീക്കം ചെയ്യുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് കെ മുരളീധരനാണ് അത്തരം ഒരു പ്രസ്ഥാനം നടത്തിയത്. അപ്പോൾ അത് വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇനി നീക്കം ചെയ്യും. മുഖ്യമന്ത്രി പറയുന്നു ഞാനല്ല, നിങ്ങൾ പരാതി കൊടുത്തോളൂ, ഞാൻ പിന്തുണയ്ക്കാം. ഇപ്പുറത്ത് വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി പറയുന്നത്. കെ മുരളീധരൻ അതിനു മുൻപ് തന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കാരണം മാധ്യമ സ്വാതന്ത്ര്യം എന്നത് കേരളത്തിന് പ്രത്യേകമായൊരു ചരിത്രമുണ്ട്. ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ കാലത്തും മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സമൂഹം നടത്തിയിട്ടുള്ളൊരു ചെറുത്തുനിൽപ്പും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ പ്രത്യേകതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്, വി ഡി സതീശൻ അങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഇത് വ്യാപകമായിട്ട് ചർച്ചയാവുന്നു. ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു 10,000-കണക്കിന് ആളുകൾ അതേ കാർഡ് എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. ഒരിടത്ത് വാർത്ത നിശബ്ദമാക്കാൻ ശ്രമിച്ചാൽ 10,000 പേർ ആ വാർത്തയ്ക്ക് വേണ്ടി ശബ്ദിക്കും എന്നുള്ള സ്ഥിതി കേരളത്തിൽ ഏതാണ്ട് മണിക്കൂറുകൾ കൊണ്ട് ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ മെറ്റയോട് മുഖ്യമന്ത്രിക്ക് എഴുതാം. അതായത് ഇത് വളരെ ഫ്രീഡം ഓഫ് പ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഒരു ചോദ്യമുനയിലോ സംശയമുനയിലോ നിൽക്കുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇതാര് പറഞ്ഞിട്ടാണ് നീക്കം ചെയ്തതെന്ന് മെറ്റ പറയണം. എന്നിട്ട് ആ മെറ്റയുടെ ഉത്തരം പ്രസിദ്ധീകരിക്കാമോ? അതല്ലേ വേണ്ടത്. നിങ്ങൾ പരാതി കൊടുത്തോളൂ, ഞങ്ങൾ പിന്തുണയ്ക്കാം, ഞാൻ കത്തെഴുതാം. അല്ല, അതാവട്ടെ, ഇത് ആര് പറഞ്ഞിട്ടാണ് മെറ്റ ഇത് നീക്കം ചെയ്തത്?